this year is a marvelous year for you, and a year of experiments, and year to learn many things, new things. And then here we understood, like every meeting I used to point out this particular point where nothing is impossible. Everything, if we take it in a positive way, everything is possible. Like as you all know, I'm just making this known to our guest of the day also. So I should say that sometimes this may be the last online program for us, but I will not say this may be the last, because anytime Father will bring us some more surprises. So keeping a thankful mind and in a thanking mind, I welcome our dear director to this great day of us. Welcome, Father. Thank you. Good morning to all. ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ ഡോക്ടർ KS അനിൽകുമാർ, ശാസ്താംകോട്ട കുമ്പളത്ത് ചങ്കപ്പിള്ള മെമ്മോറിയൽ DB കോളേജിന്റെ ആരാധനായ പ്രിൻസിപ്പൽ സാർ, ഫെബ്രുവരി മാസത്തിലെ 2ാം ശനിയാഴ്ച നമുക്ക് എല്ലാ വർഷവും സ്കൂളിലെ സയൻസ് മാത്സ് എക്സിബിഷൻ ഡേ ആയിട്ട് ആചരിച്ചു വരികയാണ്. നമ്മൾ 16 വർഷമായിട്ട് അങ്ങനെ സ്കൂൾ തുടങ്ങിയ വർഷം മുതൽ തന്നെ അത് നമ്മൾ ചെയ്തു വരികയാണ്. അപ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അതിനൊരു മാറ്റം വരുത്തേണ്ടെന്ന് വിചാരിച്ചാണ് ഓൺലൈനിലൂടെ ആ എക്സിബിഷൻ ആക്കാമെന്ന് വിചാരിച്ചത്. എല്ലാ വർഷവും നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് ഇവിടെ ഭയങ്കര ഉത്സവമാണ്. ശാസ്താംകോട്ട ഉത്സവത്തിന്, അമ്പലത്തിലെ ഉത്സവം മുൻപുള്ള വലിയ ഉത്സവമാണ് ബ്രൂക്കിനെ സംബന്ധിച്ച് ഈ ശാസ്ത്രമേള. ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത് ഞാൻ നേരിട്ട് പോയി ക്ഷണിക്കാൻ, ഞാൻ സാറിനെ നേരിട്ട് പോയി ക്ഷണിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഇവിടെ പോയതാണെന്ന് സാറ് കിട്ടിയില്ല. പിന്നെ ഞാൻ സാറിന്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് ഫോണിൽ കൂടെ മാത്രമേ വിളിച്ചുള്ളൂ. എങ്കിലും സാറ് വളരെയേറെ ആ ഒരു ആദ്യത്തെ ഒരു ഫോൺ കോളിൽ വെച്ച് തന്നെ ആകർഷണീയമായൊരു വ്യക്തിത്വം, വളരെ ഇത്രയും ഉന്നതനായ ഒരു വ്യക്തിയായിട്ട് പോലും വളരെ ലളിതമായ രീതിയിൽ സംസാരിക്കുകയും ഉടനെ തന്നെ അതിന് സമ്മതം നൽകുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഇന്ന് നമ്മുടെ ഒരു നല്ല ഒരു പ്രസംഗം പറഞ്ഞ് ഇത് ഉദ്ഘാടനം ചെയ്യുകയും, സാർ ഇതിന്റെ ആദ്യത്തെ ഒരു ഐറ്റം സാർ അവിടെ ഇരുന്നുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ നമ്മുടെ 2 കുട്ടികൾ ഈ പരിപാടി അവിടെ ഷോ ചെയ്ത് 2 വർക്കിംഗ് മോഡൽ, ഒന്ന് മാത്സും ഒന്ന് സയൻസും അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിന് പ്രത്യേകമായിട്ട് സാറിനോടുള്ള കടപ്പാട്, എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള കടപ്പാട്, കുട്ടികളുടെ പേരിലുള്ള, രക്ഷകർത്താക്കളുടെ പേരിലുള്ള കടപ്പാട്, സ്കൂളിന്റെ പേരിലുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. Good morning to all the dignitaries who is presenting the function. The Dr. Abraham Taluthil, the director of the reputed institute, the principal of the institution, the teachers, dear students, parents. I am so delighted because of the involvement of the Brook International School for organizing such a wonderful SciZone 2021. See, as you know that today is a competitive world, and science and technology is having its own leading role in the development of this competition. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല കോൺഫിഡൻസോടുകൂടി നല്ല കരുത്താർജിച്ച് പോകാൻ അവർക്ക് കഴിയട്ടെ. റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന് പറഞ്ഞ കവിത 16 വരികളേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതിനകത്തെ അവസാനത്തെ 4 വരികൾ. എപ്പോഴും ഏത് സമയത്തും ഞാൻ ആലോചിക്കുന്നതാണ്. The woods are lovely darker, but I have promises to keep and miles to go before I sleep, and miles to go before I sleep. വളരെ മനോഹരമായ ഒരു കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സൗന്ദര്യത്തിൽ എല്ലാം ലയിച്ചു പോയി, എല്ലാം മറന്നുപോയി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ സൗന്ദര്യം, ആ കാടിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചു നിൽക്കുന്ന മനുഷ്യൻ. അപ്പോഴാണ് ആ കുതിരയുടെ ബെല്ല് പോലുള്ള സാധനം, കുതിര അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത്, അയാൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതല്ലേ എന്നുള്ള നിലയിൽ ഒരു ബെല്ല് കേൾക്കും. ആ ബെല്ല് കേൾക്കുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആൻഡ് മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്.
എനിക്ക് രാത്രിയാകുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു നിൽക്കാം. Dear students, I have to say that you have to keep the promises. You have to do something to the society. You have to do something to the nation. You have to do something to the institution. പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. പഠിപ്പിക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. നമ്മളെ നയിക്കുന്ന നേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. ആൻഡ് വി ഹാവ് ദ കമ്മിറ്റ്മെന്റ്, വി ഹാവ് ദി responsibility, and wish you all the best. I formally inaugurate such a wonderful program, and expecting more contribution from your institution. Thank you one and all. So I'm having a cube here of side A minus B. The total volume of the cube becomes A minus B the whole cube. Also, I'm having 3 cuboids here of length A, breadth A minus B, and height B. The volume of a cube becomes A minus B into AB, so that the volume of the 3 cuboids become 3 into A minus B into AB. Also, I'm having a small cube of side B, so that the volume of the cube becomes B cube. Now I'm going to arrange here. I got a new solid, that is, the volume of the new solid is A minus B the whole cube plus 3 into A minus B into AB plus B cube. And if we see, the breadth, height, and the length of the new solid is equal to the length of the cuboid, that is A. That means the total volume of new solid is also equal to A cube. When we equate both these equations, we get the equation for A minus B the whole cube, that is A minus B the whole cube is equal to A cube minus 3A square B plus 3AB square minus B cube. Thank you. My working model is named Automated Wheelchair Climber. This is a miniature model of this. It is actually meant for physically challenged as well as partially challenged, partially handicapped people. The materials used here are cardboard, gear motors, and a 9-volt battery. The source of energy used here is a 9-volt battery. There is a chain also used, and the seat is kept in this chain. The seat is arranged in order to provide a seat for the persons to sit. The working of this is when we connect the unlike terminals of the motor and the 9-volt battery together, the motor rotates and the wheelchair comes down like this. Like this, it's come down. Similarly, when we connect the like terminals together, that is the positive to positive terminal and the negative to negative terminal, the wheelchair goes up. Like this. This is the working of this model. The working principle behind this model is associated with the gear motor and a 9-volt battery. The connection is that when we connect the unlike terminals, that is a positive terminal and a negative terminal and a positive terminal together, the motor rotates in a clockwise direction. Similarly, when we rotate the terminals, like terminals together, a negative terminal and a positive terminal together, the motor rotates in an anti-clockwise direction, like this. This model can be implemented in our day-to-day life. Good morning to all. Respected Father, Chief Guest Anil Kumar Sir, Principal Boni Ma'am, teachers, parents, and my dear friends. Today, I am in front of you to introduce my Pythagorean working model.
Pythagoras was a famous mathematician who found a theorem named Pythagoras theorem. It's a fundamental relation in Euclidean geometry among the three sides of a right-angled triangle. It states that the area of the square of the side of hypotenuse is equal to the sum of the area of the square whose side on the both sides of the triangle. The formula is a square plus b square is equal to c square. So now I'll introduce my item. The materials I have used are cardboard, aluminum wire, color paper, graph paper, and thread. These items are all around us. So the working goes like this. There are 3 graph strips which are sticked to the cardboard and they represent the sides of the triangle. And there are wheels on the 3 sides so that I can change the measurements. For the wheel, I have used aluminum wire and cardboard circles so that I can rotate it smoothly. But instead of that, I have used only aluminum wire so that I can show you how the movement inside this box goes on. So now we can set a problem. First, I am going to, this is the formula. I have told that this is the formula a square plus b square is equal to c square. And first we have to go with this 5 square plus 12 square is equal to 13 square. So I'm going to set the base as 5 square. So now the cardboard tip directly denotes 5 centimeter. So I have set the base as 5 centimeter. Now we can set the height as 12 centimeter. So now the height is also at 12 centimeter and 5 square and 12 square together forms 13. You can see that exactly near to this 12, 13 has come. That means 5 square plus 12 square is equal to 13 square. 5 square is 25. 12 square is 144, which together forms the square of 13. That's 169. So next I'm going with 8 square plus 15 square is equal to 17 square. So now I'm going to set the base as 8 square. Now you can see that the cardboard tip is at 8 centimeter. So the base is 8 centimeter. Now the height I am going to set is 15 centimeter. Now the height is also at 15 centimeter. So exactly near to this 15 we have 17 gone. So that means 8 square plus 15 square is equal to 17 square. 8 square is 64, 15 square is 225, which together forms the square of 17, that's 289. The third formula is 20 square plus 21 square is 29 square. It's a bigger problem, so we can go with it. So now I'm going to set the base as 20 centimeter. So now the cardboard tip directly denotes 20 centimeter. The now height is 21 centimeter. Yes, now the height is also 21 centimeter. So next to this, it is 29, which means 20 square plus 21 square is equal to 29. 20 square is 400. 21 square is 441, which together forms the square of 29. That's 841. So these are the problems which I have to do. Next, I'm going to tell some of my advantages of my item. The first one is the materials I have used are cardboard, aluminum wire, which are all available now. So it can be made easily and in a simple method. The second advantage is using my item, we can teach and showcase what is Pythagoras theorem and how it works. So the students can easily remember it. So I hope you liked my item, and that's all. Thank you.
you.